Boche Gold and Diamonds. Buy now, pay later. ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പിനിരയായ റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥന് നഷ്ടപ്പെട്ട തുകയുടെ പകുതിയോളം തിരിച്ചു കിട്ടിയേക്കും. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിന്റെയും ഒറ്റപ്പാലം പോലീസിന്റെയും ഇടപെടലിലൂടെയാണ് 3.97 ലക്ഷം രൂപ തിരിച്ചു നൽകാൻ കോടതി ഉത്തരവിട്ടത്. 8.35 ലക്ഷം രൂപയാണ് ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ ഒറ്റപ്പാലം സ്വദേശിക്ക് നഷ്ടപ്പെട്ടിരുന്നത്. മകന് വിവാഹാലോചനകൾ ക്ഷണിച്ച് മാട്രിമോണിയൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിനു പിന്നാലെയായിരുന്നു തട്ടിപ്പ്. ദുബായിൽ ഫാഷൻ ഡിസൈനർ എന്ന് അവകാശപ്പെട്ട് ഇതിലെ ഒരു പ്രൊഫൈലിൽ നിന്ന് പരാതിക്കാരനോട് ആശയവിനിമയം നടത്തിയായിരുന്നു തട്ടിപ്പിന് തുടക്കം. പിന്നീട് വാട്സപ്പ് ചാറ്റ് ഓൺലൈൻ ട്രേഡിംഗിലേക്ക് എത്തി. ട്രേഡിംഗ് ആപ്പിൽ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ ലാഭം ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. തുടർന്ന് കഴിഞ്ഞ സെപ്റ്റംബർ 2-ന് 40,000 രൂപ നിക്ഷേപിക്കുകയും അന്ന് തന്നെ 6,000 രൂപ ലാഭവിഹിതമായി തിരികെ പരാതിക്കാരന്റെ അക്കൗണ്ടിൽ എത്തുകയും ചെയ്തു. ഇത് വിശ്വസിച്ച് പല തവണകളായി 8.35 ലക്ഷം രൂപ പരാതിക്കാരൻ തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു. പിന്നീട് ലാഭം കിട്ടാതായതോടെ പണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടപ്പോഴാണ് തട്ടിപ്പിന്റെ ചുരുളഴിഞ്ഞത്. അന്വേഷണത്തിൽ ട്രേഡിംഗ് ആപ്പ് വ്യാജമാണെന്ന് കണ്ടെത്തി. ഇതോടെ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്തു. തുടർന്ന് തട്ടിപ്പുകാരുടെ ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ 15 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. പരാതി ജില്ലാ പോലീസ് മേധാവി മുഖേന ഒറ്റപ്പാലം പോലീസിന് കൈമാറിയ ശേഷമായിരുന്നു തുടർ നടപടികൾ. അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ സഹിതമുള്ള റിപ്പോർട്ട് പോലീസ് ഒറ്റപ്പാലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. ഇതിനു പിന്നാലെയാണ് അക്കൗണ്ടുകളിലുണ്ടായിരുന്ന 3.97 ലക്ഷം രൂപ പരാതിക്കാരന്റെ അക്കൗണ്ടിലേക്ക് കൈമാറാൻ ബാങ്കുകളോട് കോടതി ഉത്തരവിട്ടത്. ഉത്തരവ് പോലീസ് ബാങ്കുകൾക്ക് അയച്ചു നൽകി. അടുത്ത ദിവസം തുക പരാതിക്കാരന് തിരികെ ലഭിച്ചേക്കും. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.